ഹലോ, ഇന്നിപ്പോൾ സെപ്സിസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാവേ. സെപ്സിസിൻ്റെ കൂടെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തിയറി എക്സാമിൽ ഐന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ ഐന്യൂസ് ചാർട്ട് സെപ്സിസ് സ്റ്റേഷൻ നടക്കുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത ചാർട്ട് അവരവിടെ വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും അവർ നമ്മളെ ഐന്യൂസ് ചാർട്ട് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഐന്യൂസ് ചാർട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യണതെന്ന് കാണിക്കാം. ഇതാണ് ഐന്യൂസ് ചാർട്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പേജ്. ആ ഫ്രണ്ട് പേജിൻ്റെ അകത്ത് പേഷ്യൻറ്റിൻ്റെ ഐ ഡി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അന്ന് തിയറിയുടെ എക്സാമിന് കിട്ടുന്ന സിനാരിയോ നോക്കിയിട്ട് പേഷ്യൻറ്റിൻ്റെ ഐ ഡി, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഫ്രണ്ട് പേജിൽ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെയും അതുപോലെ തന്നെ പേഷ്യൻ്റ് ഐ ഡി ഇവിടെ എഴുതുക. ഇത് ഇയർ, വാർഡ് ആൻഡ് കൺസൾട്ടൻറ്റ് നെയിം, ഇതെല്ലാം ആ സിനാരിയോയിലുണ്ടാവും. അതവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ രണ്ട് സെറ്റ് ഓഫ് വൈറ്റൽ സൈൻസ് അവർ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ വൈറ്റൽ സൈൻസ് ഓരോന്നിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളത്തിൽ അതെല്ലാം ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് റെസ്പിറേഷനും പിന്നെ ഹാർട്ട് റേറ്റിനും നമുക്ക് ഇത് കണ്ടോ, നമ്മളുടെ സ്കോർ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ രണ്ട് സ്കോറിൻ്റെയും ഡോട്ട്സ് തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് ഒരു ലൈൻ ഫോം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത്, ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കണേ. പിന്നെ വന്നിട്ട് ബ്ലഡ് പ്രഷറിൻ്റെയും സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും എഴുതിയതിന് ശേഷം അതിന് രണ്ടിനെയും തമ്മിൽ നമ്മളൊരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് യോജിപ്പിക്കണം. അത് അവർ ഇവിടെ തന്നെ നമ്മളോട് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓരോ സ്കോറിൻ്റെ നേരെ ഇവിടെ വേറൊരു സ്കോർ കണ്ടോ, പിങ്ക്, ബ്ലൂ, വൈറ്റ് കളറിൽ, പിങ്കിൽ 3, 2, 0 ആ കണ്ടോ. അപ്പോൾ അതെന്താ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ റെസ്പിറേഷൻ 21 to 24 ഇടയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോർ വരുന്നത് 2 ആയിരിക്കും. ആ സ്കോർ നമ്മൾ ഇവിടെ റെസ്പിറേഷൻ്റെ സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ട്, ആ കോളത്തിൽ നമ്മൾ എഴുതണം. അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് കണ്ടോ, ഏറ്റവും താഴെ ഐന്യൂസ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്. ഐന്യൂസ് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടുന്ന ഈ സ്കോറുകൾ, ഇപ്പോൾ റെസ്പിറേഷൻ്റെ ആണെങ്കിൽ 2, SpO2ൻ്റെ 0 അങ്ങനെ കിട്ടുന്ന ഈ സ്കോറുകളെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഐന്യൂസ് സ്കോറിൻ്റെ അകത്ത് എഴുതണം. പിന്നെ എപ്പോഴും വേറെ ഏതോ ഒരു സ്റ്റേഷനിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ സ്കോർ പാരാമീറ്റർ 3 എന്നുള്ളത്. അപ്പോൾ അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഹാർട്ട് റേറ്റ് 140 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 140 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കോർ വരുന്നത് 3 ആണ്. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും 0യോ അല്ലെങ്കിൽ 1ഓ എന്നിരിക്കലേ ഹാർട്ട് റേറ്റ് മാത്രം 3 വന്നു കഴിയുമ്പോൾ അത് പേഷ്യൻറ്റിന് അർജൻറ്റായിട്ട് ഡോക്ടർ നോക്കണം. ആ ഒരു ക്രൈറ്റീരിയയിൽ വരുന്നതാണ്. അത് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഫസ്റ്റ് പേജിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർ 0 to 1 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ റെസ്പോൺസ് അല്ലെങ്കിൽ എസ്കലേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ കണ്ടോ, 3 ആണെന്നുണ്ടെങ്കിൽ 4th hourly അങ്ങനെ അത് നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 sets ഓഫ് പാരാമീറ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം എഴുതി അതിനകത്ത് ബ്ലഡ് ഗ്ലൂക്കോസ്, പെയിൻ സ്കോർ, ബവൽ മൂവ്മെൻറ്റ്, പിന്നെ നമ്മുടെ ഇനീഷ്യൽസ്, ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാലാണ് ഈ ഐന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്തായപ്പോഴുള്ളൂ. പിന്നെ വന്നിട്ടുള്ള ഈ പേജ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്നാണ്. ഇതിൻ്റെ അകത്ത് ഈ പേജ് അവർ നമുക്കന്ന് തരില്ല കേട്ടോ. ഈ ഭാഗം അവർ ടിയർ ചെയ്തതിന് ശേഷം ഈ 2 സൈഡ് മാത്രമാണ് നമുക്കന്ന് അവർ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഐന്യൂസിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ റെസ്പിറേറ്ററി റേറ്റ്, പിന്നെ ഓക്സിജനേഷൻ അതായത് SpO2, പിന്നെ റൂം എയർ, നമ്മുടെ മോഡ് ഓഫ് ഓക്സിജൻ അതായത് റൂം എയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ RA എന്ന് എഴുതാം. അപ്പോൾ അത് 0 ആണ് ആ സ്കോർ. അതാണ് നമ്മുടെ FiO2 സ്കോർ എന്ന് പറയുന്നത്, അതാണ്. പിന്നെ വന്നിട്ട് ഹാർട്ട് റേറ്റ് ആണെങ്കിലും റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിലും ഡോട്ട് ഇട്ടതിന് ശേഷം ഒരു ലൈനായിട്ടിട്ട് അത് യോജിപ്പിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിനകത്താണെങ്കിൽ ശ്രദ്ധിക്കണം. ബ്ലഡ് പ്രഷറിനകത്ത് നമുക്ക് 3 സ്കോർ വരണത് എപ്പോഴാണ്? ഡയസ്റ്റോളിക് BP താഴെ പോയാൽ മാത്രമാണ് നമുക്ക് 3 സ്കോർ വരുള്ളൂ. അല്ലാതെ സിസ്റ്റോളിക്ക് എത്ര കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ സ്കോർ കിടക്കുന്നത് 0യിലാണ്. പിന്നെയുള്ളതാണ് ACVPU എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അലേർട്ട്നെസ്സിനെ പറയുന്നതാണ്. A മീൻസ് അലേർട്ട്, C കൺഫ്യൂസ്ഡ്, V എന്ന് പറഞ്ഞാൽ വോയിസിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, P ആണെങ്കിൽ പെയിൻ, പിന്നെ U ഫോർ അൺറെസ്പോൺസീവ്. അപ്പോൾ A അലേർട്ട് മാത്രമാണ് 0 ഉണ്ടാവുള്ളൂ. ബാക്കിത്തെ CVPU വരുന്നത്
സിംഗിൾ സ്കോർ പാരാമീറ്റർ 3 ആയിട്ട് എല്ലാത്തിനും സി ആയിക്കോട്ടെ, വോയിസ് ആയിക്കോട്ടെ, പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ പേഷ്യൻ്റ് അൺറെസ്പോൺസീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോർ 3 ആയിരിക്കും. പിന്നെ ടെമ്പറേച്ചർ ഇത് മാത്രമല്ല കേട്ടോ, ഹാർട്ട് റേറ്റും റെസ്പിറേഷനും പിന്നെ ടെമ്പറേച്ചറും നമ്മൾ ലൈൻ വെച്ച് യോജിപ്പിക്കണം. എന്നിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ സ്കോർ ലാസ്റ്റത്തെ ഐന്യൂസ് സ്കോറിൻ്റെ അകത്ത് എഴുതണം. ആ ടോട്ടൽ സ്കോർ വെച്ചിട്ടാണ് റീഅസസ് വിത്തിൻ എത്ര മിനിറ്റ് ആണ്, എത്ര അവേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് ആ ടോട്ടൽ സ്കോർ വെച്ചിട്ടാണ് നമ്മൾ ഇതവിടെ എഴുതേണ്ടത്. ബട്ട് അവിടെ എന്താണെന്നറിയോ, നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ ടോട്ടൽ സ്കോർ 4 to 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ റീഅസസ് വിത്തിൻ 1 hourലാണ്. പക്ഷേ ഈ 4 to 6 വരാൻ നേരത്ത് ഏതേലും ഒരു സ്കോറ് 3 ആയിട്ടുണ്ട്. ഇപ്പോൾ ഹാർട്ട് റേറ്റിൻ്റെ ടോട്ടൽ സ്കോർ വരുന്നത് 3 ആണ്, സിംഗിൾ പാരാമീറ്റർ 3 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ റീഅസസ് വിത്തിൻ ഹാഫ് അവർലി ആയിട്ട് മാറും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ടോട്ടൽ സ്കോറിനെ മാത്രം നമ്മൾ കൺസേൺ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ടോട്ടൽ സ്കോർ ഇപ്പോൾ 5 കിട്ടി, അതിപ്പോൾ എല്ലാത്തിനും 1 1 1 വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് 5 കിട്ടും. ഈ 5 കിട്ടാൻ കാരണം ഏതെങ്കിലും ഒരെണ്ണം ഹാർട്ട് റേറ്റോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് ഇപ്പോൾ മോർ ദാൻ 25 ആണെന്നുണ്ടെങ്കിൽ അത് 3 ആവും. അപ്പോൾ അത് സിംഗിൾ പാരാമീറ്റർ 3 അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റീഅസസ് വിത്തിൻ ഹാഫ് അവർലി എന്നാവും. പിന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ തന്നിട്ടുണ്ടാവും, പെയിൻ സ്കോർ എഴുതുക, ബവൽ മൂവ്മെൻറ്റ്, ബവൽ ഓപ്പൺഡ് ആണോ അല്ലയോ എന്നുള്ളതും അവിടെ എഴുതുക. പിന്നെ സ്റ്റുഡൻറ്റ് ബവൽ ഓപ്പൺഡ് എന്നുള്ളത് നമുക്ക് BO എന്ന് എഴുതാം കേട്ടോ, ബവൽ ഓപ്പൺഡ് എന്നുള്ളതിന്. പിന്നെ അത്രയേ ഉള്ളൂ. ഇതാണ് ഐന്യൂസ് ചാർട്ട്. ഈ ഐന്യൂസ് ചാർട്ട് നമ്മൾ ഫില്ല് ചെയ്തത് സെപ്സിസ് സ്റ്റേഷൻ്റെ അന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ടാവും. ഇനി സെപ്സിസ് സ്റ്റേഷനിലോട്ട് കയറാൻ നേരത്ത് സെപ്സിസ് സ്റ്റേഷൻ അതിനകത്ത് സിനാരിയോ വായിക്കുക. എനിക്കന്ന് കിട്ടിയ സിനാരിയോയിൽ പേഷ്യൻ്റ് ഇൻഡുലിൻ കത്തീറ്ററിലായിരുന്നു, UTI ഉണ്ട്, ലാക്ടേറ്റ് 5, പിന്നെ എന്തായിരുന്നു, ക്രിയാറ്റിൻ എലിവേറ്റഡ് ആയിരുന്നു, ഹാർട്ട് റേറ്റ് 104 അങ്ങനെ എന്തോ, പിന്നെന്തായിരുന്നു, അതൊക്കെയായിരുന്നു സിനാരിയോ. അപ്പോൾ ഇതാണ് സെപ്സിസ് ഫോം. അപ്പോൾ ഈ ഫോമും അവിടെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർ നമുക്ക് തരും കേട്ടോ ഈ ഫോമും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ഐന്യൂസ് ചാർട്ടും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തരും. ഇത് നോക്കിയിട്ടാണ് അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെപ്സിസ്, വാട്ട് ഈസ് സെപ്സിസ്. അപ്പോൾ സെപ്സിസിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പഠിക്കണം. അത് RCSIയുടെ വെബ്സൈറ്റിലുണ്ട്. പിന്നെ സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സെപ്സിസ്. അപ്പോൾ അന്നേരം ഞാനിങ്ങനെ സയൻസ് ആൻഡ് സിംറ്റംസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിച്ചു അതൊക്കെ ഓക്കെ, പക്ഷെ നമ്മൾ പേഷ്യൻറ്റിനെ കണ്ട വശം തന്നെ സെപ്സിസ് ആണ് എന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പറയണം. അവർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് ആ ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ ആ ഉത്തരം നമ്മളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമുക്കിങ്ങനെ കുറേ ക്ലൂസ് തരും. നമ്മളിങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അവരോട് നോക്കിയാൽ സ്കിന്ന് കണ്ടിട്ട് ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നോ അല്ലെങ്കിൽ മോട്ടിലിറ്റി സ്കിൻ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർ ഓക്കെ അതായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് ഓക്കെ എനിക്ക് ആ ആൻസർ ആയിരുന്നു നിന്നിൽ നിന്ന് വേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിൽ അവർ പറയും. പിന്നെ വന്നിട്ട് സെപ്സിസ് ചോദിക്കാൻ നേരത്ത് സെപ്സിസ് സ്ക്രീനിങ് ചെയ്യാൻ പറയും. അപ്പോൾ ഇതിനകത്തുണ്ട് ഐന്യൂസ് മോർ ദാൻ 4 ആണ്, ലെസ് ദാൻ 4. ഈ സെപ്സിസ് ആക്ച്വലി ഒരു കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. കാരണം നമുക്ക് കൂടുതലായിട്ട് സെപ്സിസിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസും സെപ്സിസിൻ്റെ ഡെഫിനേഷനും മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഫോം വെച്ചിട്ടാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പേഷ്യൻറ്റിന് എന്തിനാണ് നമ്മൾ സെപ്സിസ് സ്ക്രീനിങ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ സിനാരിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റിസ്ക് ഓഫ് ന്യൂട്രോപ്പീനിയ, അതായത് കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ ഒക്കെ ചെയ്യുന്ന പേഷ്യൻ്റ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓർഗൻ ഡിസ്ഫങ്ഷൻ പുതിയതായിട്ടുണ്ടോ, അല്ലെങ്കിൽ സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അല്ലെങ്കിൽ ഏതെങ്കിലും കോമോർബിഡിറ്റി, ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ സെപ്സിസ് ഇനിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ സിനാരിയോയിലാത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് വശവും നമ്മൾ നന്നായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് മുൻപായിട്ട് ഈ ഫോം നമ്മൾ നന്നായിട്ട് തറവായിരിക്കണം. കുറേയൊക്കെ അവർ നമ്മളോട് സമ്മതിക്കും ഇത് നോക്കി വായിക്കാനൊക്കെ. പിന്നെ പക്ഷേ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് നോക്കി വായിക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ അവർ വിചാരിക്കും നമ്മളിത് ഫുള്ള് നോക്കി വായിക്കുകയാണെന്ന്. കുറേയൊക്കെ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ ഫേസ് ടു ഫേസ് ആയിട്ട് മറുപടി പറയാനും ശ്രമിക്കണം. അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ അപ്പോൾ ഇൻഡ്വലിൻ കത്തീറ്റർ അല്ലെങ്കിൽ UTI ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് അവർ ചോദിക്കുമ്പോൾ ഓക്കെ നിൻ്റെ ഈ സിനാരിയോയിൽ എന്താണ് ഇൻഫെക്ഷൻ സൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഉണ്ട് നമുക്ക് കത്തീറ്റർ ഓർ ഡിവൈസ് റിലേറ്റഡ് എന്നുണ്ട്. അപ്പോൾ നമുക്കത് പറയാം. പിന്നെ ഇത് കണ്ടോ, ഹൂ നീഡ്സ് ടു ഗെറ്റ് സെപ്സിസ്
ട്രീറ്റ്മെൻറ്റ് ബണ്ടിൽ. അപ്പോൾ അതാണ് നമ്മുടെ സെപ്സിസ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെസ്പിറേറ്ററി റേറ്റ് മോർ ദാൻ 30, അല്ലാന്നുണ്ടെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ ലെസ് ദാൻ 90, അങ്ങനെയൊക്കെ വരുമ്പോൾ, അപ്പോൾ അതൊന്നും നമ്മുടെ അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് വിട്ടു. അടുത്തത് വന്നിട്ടാണ് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും 2 പ്ലസ് ഏതെങ്കിലും കോമോർബിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്സിസ് സ്ക്രീനിങ് ഇനിഷ്യേറ്റ് ചെയ്യാം. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഹാർട്ട് റേറ്റ് 104 ആയിരുന്നു. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഹാർട്ട് റേറ്റ് മോർ ദാൻ 90 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ് മോർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറയുന്നുണ്ട്. അന്ന് എത്രയായിരുന്നു? 22 ആയിരുന്നു റെസ്പിറേറ്ററി റേറ്റ്. അപ്പോൾ നമുക്ക് ഈ തലേ ദിവസം നമുക്ക് iNews നമ്മൾ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൽ ആ സ്കോറുകൾ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം ഇവർ ചോദിക്കുമ്പോൾ ഇതിനോട് നമുക്ക് വേഗം, അതായത് എൻ്റെ അതിനകത്ത് റിസ്ക് ഓഫ് ന്യൂട്രോപ്പീനിയ ഇല്ല, ക്ലിനിക്കൽ എവിഡൻസ് ഒന്നും എനിക്ക് അന്നത്തെ സിനാരിയോയിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ അന്നത്തെ സിനാരിയോയിൽ റെസ്പിറേറ്ററി റേറ്റും കൂടുതലായിരുന്നു, ഇതും കൂടുതലായിരുന്നു, ഹാർട്ട് റേറ്റും കൂടുതലായിരുന്നു. പിന്നെ ഒരു കോമോർബിഡിറ്റി ഉണ്ട്, പേഷ്യൻറ്റിന് DMO ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏജ് മോർ ദാൻ 75, ഈ രീതിയിൽ. അപ്പോൾ ഈ 3rd കാറ്റഗറിയിലായിരുന്നു എൻ്റെ സിനാരിയോയിലെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് ഈ സെപ്സിസിനെ നമുക്ക് തലേദിവസം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം. അപ്പോൾ നമ്മൾ പറയും ഓക്കെ, ഞങ്ങൾ അവിടെ ഈ റീസൺ കൊണ്ടാണ് സെപ്സിസ് സ്ക്രീനിങ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് പറയും. ഇത് കണ്ടോ, ഇവിടെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുക, പിന്നെ നമുക്ക് ഇതൊന്നുമില്ല, റിസ്ക് ഓഫ് ന്യൂട്രോപ്പീനിയ, അതൊന്നും നമ്മുടെ അതിനകത്ത് ഇല്ല. ഇതാണ് നമുക്ക് ടിക്ക് ചെയ്യുക. പക്ഷെ നമുക്ക് അവിടെ ടിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഓൾറെഡി ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോമാണ്. അവരോട് നമ്മളത് പറഞ്ഞേച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞു. പിന്നെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ടൈം സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ ടൈം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇത് ചെയ്തൊരു അത് ചോദിക്കും, എന്താണ് ഈ ടൈം സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കും. നമ്മൾ ഈ അസസ്മെൻറ്റ് സെപ്സിസ് സ്ക്രീനിങ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് സെപ്സിസ് സ്ക്രീനിങ് ചെയ്യണം, അല്ലെങ്കിൽ സെപ്സിസ് ബണ്ടിൽ ചെയ്യണം എന്ന് നമ്മൾ എടുക്കുന്ന ഒരു ടൈം, ഇപ്പം സപ്പോസ് ഒരു 10 മണിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 മണി ആ ടൈമാണ് നമ്മുടെ ടൈം സീറോ എന്ന് പറയുന്നത്. പിന്നെ ടൈം സീറോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെപ്സിസ് 6 ബണ്ടിൽ നമ്മൾ 1 അവറേ ഉള്ളൂ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ 1 അവറിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ടൈം സീറോ എന്താണെന്ന് അവിടെ ചോദിക്കും, ഗോൾഡൻ അവർ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഈ 10 മണിക്ക് നമ്മളിത് പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് പേഷ്യൻറ്റിന് സെപ്സിസ് സ്ക്രീനിങ് വേണമെന്ന് തീരുമാനിച്ചു. 10 മണി മുതൽ 11 മണി വരെയുള്ള ടൈം കൊണ്ട് നമ്മളിതെല്ലാം സെപ്സിസ് 6 ബണ്ടിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇനി സെപ്സിസ് 6 ബണ്ടിൽ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അത് ടേക്ക് 3 ഗീവ് 3 എന്നുള്ളതാണ്. അത് തന്നെ ഇവിടെ കണ്ടോ, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ ഫോമിൻ്റെ ബാക്കിൽ തന്നെയുണ്ട്. അപ്പോൾ ടേക്ക് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കൾച്ചർ എടുക്കണം, ബ്ലഡ് ടെസ്റ്റ് എടുക്കണം, യൂറിൻ ഔട്ട്പുട്ട് നമ്മൾ അസസ് ചെയ്യണം. പിന്നെ വന്നിട്ട് ഗീവ് 3-ലകത്ത് ആൻറ്റി മൈക്രോബിയൽസും IV ഫ്ലൂയിഡും പേഷ്യൻറ്റിൻ്റെ സാച്ചുറേഷൻ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷനുമാണ് ഗീവ് 3-ൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എപ്പോഴും ആൻറ്റി മൈക്രോബിയൽസ് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ബ്ലഡ് കൾച്ചർ അല്ലെങ്കിൽ എന്തൊക്കെ കൾച്ചർ ഉണ്ടോ ആ കൾച്ചർ വിടണം. പിന്നെ സിനാരിയോ അനുസരിച്ചിട്ടാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് UTIയുടെ ആയിരുന്നു സിനാരിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലഡ് കൾച്ചറിന് അലോങ് വിത്ത് യൂറിൻ കൾച്ചറും കൂടെ നമ്മൾ കൊടുക്കണം. പിന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൂണ്ട് ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വൂണ്ട് സ്വാബ് സെൻഡ് ചെയ്യണം. ന്യൂമോണിയോ അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ത്രോട്ട് സ്വാബ് സെൻഡ് ചെയ്യണം. അത് നമ്മളവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്ന എവിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ന്യൂ ഓൺസെറ്റ് ഓർഗൻ ഡിസ്ഫങ്ഷൻ. അത് ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് നമുക്കുള്ള സിനാരിയോയിൽ. അപ്പോൾ എനിക്ക് എന്താണെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റ് 5 ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ലാക്ടേറ്റ് മോർ ദാൻ 4 ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് തെറാപ്പി 30 ml/kg കൊടുക്കും എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത്രേ ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സെപ്സിസ് സ്റ്റേഷൻ ആക്ച്വലി ഒരു ഈസി സ്റ്റേഷനാണ്. നന്നായിട്ട് പഠിക്കണം. ഇത് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട് കേട്ടോ. ഈ ഒരു ഫോമേ പഠിക്കാനുള്ളൂ. അതിനകത്ത് എക്സ്ട്രാ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഡെഫിനേഷൻ ഓഫ് സെപ്സിസും സെപ്സിസിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസും. അതല്ലാതെ പിന്നെ ബാക്കിയല്ല ഈ ടൈം സീറോ, ഗോൾഡൻ അവർ, അതെല്ലാം അവർ ഈ ഫോമിൽ നിന്ന് തന്നെയാണ് ചോദിക്കണത്. അപ്പം നമ്മൾ തറോലി ഈ ഫോമായിട്ട് ഫെമിലിയർ ആയിരിക്കണം, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. പ്രാക്ടിക്കൽ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു കോളം കണ്ടോ, അത് റീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് റീഡ് ചെയ്തു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നിട്ടുള്ളൂ.
സെപ്സിസ് സ്റ്റേഷൻ. അപ്പോൾ പിന്നെ വേറൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഇത് ഓൾഡ് ഫോമാണ്. ഇതുവരെയുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടുള്ളത് ഈ ഫോമാണ്. പക്ഷെ RCSIയുടെ വെബ്സൈറ്റിൽ പുതിയ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുതിയ ഫോം. അപ്പോൾ അത് ഇതുവരെ ചോദിച്ചു തുടങ്ങിയിട്ടില്ല. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ കമ്പാരിറ്റീവ്ലി പഴയ ഫോമിനേക്കാളും പുതിയ ഫോമാണ് എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പുതിയ ഫോമും പ്രിപ്പയർ ചെയ്യുക. ഇനി വൺസ് പുതിയ ഫോം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇനി പുതിയ ഫോം മാത്രമാണ് അവർ ചോദിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പഴയ ഫോമിനെ കുറിച്ചിട്ട് വറി ചെയ്യേണ്ട. പക്ഷേ പുതിയ ഫോം ചോദിക്കാത്തിടത്തോളം നമ്മൾ രണ്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് പുതിയ ഫോമിനെ കുറിച്ചിട്ട് വലിയ കാര്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ എക്സാം എഴുതണതിൻ്റെ 2 ദിവസം മുൻപായിരുന്നു വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ വിശ്വസിച്ചു അത് ചോദിക്കത്തില്ലായിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനത് റീഡ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വലിയ കാര്യമായിട്ട് അറിയില്ല, സോറി. അപ്പോൾ ഞാനിത് പറഞ്ഞതുപോലെ തന്നെ എവിടെയെങ്കിലും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണെങ്കിലും എവിടെയെങ്കിലും ഒരു കോച്ചിങ്ങിന് ചേരുക. കാരണം നമുക്ക് ഇത് RCSIയുടെ വെബ്സൈറ്റ് ഒരു വാസ്റ്റാണ്. നമുക്ക് അവിടെ നിന്ന് എന്ത് പഠിക്കണം ഏത് പഠിക്കണം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ പോകുകയാണെങ്കിൽ ഓരോ സ്റ്റേഷൻ വൈസും ഓരോ സ്റ്റേഷനിലും എന്തൊക്കെ പഠിക്കണം എന്നുള്ളതും അവർ നമുക്ക് നല്ലൊരു ഗൈഡൻസ് അവർ തരും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ RCSI ആപ്റ്റിറ്റ്യൂഡ് എക്സാം. താങ്ക് യു.